ഡിസംബർ മാസത്തിൽ വീണ്ടും തീരാവേദനയായി ജസ്വിനും യാത്രയായതോടെ ഇപ്പോൾ ശരിക്കും വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് കണ്ണിമല ഗ്രാമം. ഇതിപ്പോൾ രണ്ടാമത്തെ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് കണ്ണിമല ഗ്രാമം എന്ന് പറയാം. ജസ്വിനും കൂടി പോയപ്പോൾ തീരാ നോവായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരും മാറുന്നത് എന്നുകൂടി പറയുന്നു. 2023 ഡിസംബർ 21 ശബരിമല തീർത്ഥാടക വാഹനം സ്കൂട്ടറിൽ ഇടിച്ച് പാലക്കൽ ജെഫിൻ, വടക്കേൽ നോബൽ എന്നിവർ മരിച്ചിരുന്നു. 2 വർഷം തികഞ്ഞ ദിനത്തിൽ ഇവരുടെ കൂട്ടുകാരൻ ജസ്വിനെയും അപകട രൂപത്തിൽ മരണം വിളിച്ചത് നാടിന് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല എന്നുകൂടി പറയുകയാണ്. സഹോദരൻ ജേക്കബിനെ കോളേജിലേക്ക് ബസ് കയറ്റി വിടാൻ പോയപ്പോൾ എരുമേലിയിലുണ്ടായ അപകടത്തിലാണ് ജസ്വിൻ മരിച്ചത്. കണ്ണിമല ഇടക്കൂപ്പ് കഴിഞ്ഞുള്ള ഭാഗത്താണ് പഴയതോട്ടം വീട്. മാതാപിതാക്കളായ മുണ്ടക്കയം സെന്റ് ആന്റണീസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സാജു കുര്യനോടും എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഷെറിനോടും യാത്ര പറഞ്ഞ ജസ്വിൻ അനുജനുമായി ബൈക്കിൽ പുറപ്പെട്ടു. 2023 സ്കൂട്ടർ അപകടത്തിൽ മരിച്ച നോബിളും ജസ്വിനും ഒരുമിച്ച് പഠിച്ചവരാണ്. അന്ന് മരിച്ച ജെഫിൻ പള്ളിക്കാര്യങ്ങളിൽ ഇവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 വർഷത്തിനിടെ 3 യുവാക്കളെയാണ് ഒരു നാടിന് നഷ്ടമായത്. ഇന്നലെ രാവിലെ 6 മണിയോടെ ഉണ്ടായ അപകടത്തിൽ ജസ്വിന്റെ സഹോദരൻ ജേക്കബിനും 2 വർഷം തികഞ്ഞ ദിനത്തിൽ ഇരുവരുടെയും കൂട്ടുകാരൻ കൂടി പോകുമ്പോൾ അതെന്തോ പറഞ്ഞു വെച്ച് പോകുന്നത് പോലെയെന്ന് പറയുന്നു. അവന്മാരുടെ അടുത്തേക്ക് ജസ്വിൻ പോകുന്നത് പോലെയാണ് ഞങ്ങൾക്കും തോന്നിയത്. ഞങ്ങൾക്ക് എന്ന് മാത്രമല്ല, എല്ലാവർക്കും എന്ന് തന്നെ പറയണം. അത്രമാത്രം ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. കയറ്റിവിടാൻ പോയപ്പോൾ എരുമേലിയിലുണ്ടായ അപകടത്തിൽ ജസ്വിൻ മരിക്കുകയായിരുന്നു. കണ്ണിമല ഇടക്കൂപ്പ് കഴിഞ്ഞുള്ള ഭാഗത്താണ് പഴയതോട്ടം വീടുള്ളത്. മാതാപിതാക്കളായ മുണ്ടക്കയം സെന്റ് ആന്റണീസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരോടും 2 പേരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ജസ്വിൻ. എന്നാൽ ജസ്വിൻ അധിക ദൂരം താണ്ടിയില്ല. അനുജന് ചെറിയ പരിക്കുണ്ട്. എന്നിരുന്നാലും കൂട്ടുകാരോടൊപ്പം ജസ്വിൻ പോയതിൻ്റെ തീരാ നോവിലാണ് വീട്ടുകാരെന്ന് പറയാം. അത്രമാത്രം ഒരു തീരാ നോവായി മാറുകയാണ് ഈ ചെറുപ്പക്കാർ അവിടെ. അത്രമാത്രം കുട്ടികളുടെ ഇഷ്ടവും അവരുടെ കളിതമാശകളും എല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജസ്വിൻ്റെയും കൂടി മരണമായപ്പോൾ ഒരു വല്ലാത്ത ഞെട്ടലായത്. 1 വർഷം പിന്നിടുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ജസ്വിനും പോയോ? എന്താണിത്? എങ്ങനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകാൻ സാധിക്കുന്നത്? എന്താണ് ദൈവമേ നീ വിധിച്ചത്? ഇതാണ് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പലരും ചോദിക്കുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇണപിരിയാത്ത കൂട്ടുകാരാണ്. കഴിഞ്ഞ 1 വർഷത്തിൽ വളരെയധികം തന്നെ ജസ്വിൻ പ്രയാസപ്പെട്ടാണ് അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ അവൻ്റെ ജീവിതം വീണ്ടും ദുരിതത്തിലേക്ക് പോയി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.